എന്തെങ്കിലും ഒരു ആഗ്രഹം സഫലമാകണമെന്ന് മനസ്സിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്വപ്നം സത്യമാകണമെന്ന് അതിയായ മോഹമുണ്ടെങ്കിലോ 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ മതി എന്നൊരു വിശ്വാസം ജപ്പാനിൽ ഉണ്ടായിരുന്നു. സഡാക്കോ സസാക്കി എന്ന 12 വയസ്സുകാരിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. തന്നെ മരണത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസറിൽ നിന്നും ഒരു മോചനം. സഡാക്കോയുടെ കഥ ആരംഭിക്കുന്നത് 1945 ഓഗസ്റ്റ് 6-നാണ്. ലോകത്തെ മുഴുവൻ നടുക്കിയ ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട യുറാനിയം ആറ്റം ബോംബ് ജപ്പാനിലെ ഹിരോഷിമയിൽ പതിക്കുമ്പോൾ അവിടെ നിന്നും കേവലം 1 കിലോമീറ്റർ അകലെ സഡാക്കോ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾക്ക് പരിക്കുകളൊന്നും കൂടാതെ കിട്ടിയപ്പോൾ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ് അവൾ എന്ന് എല്ലാവരും പറഞ്ഞു. 6-ാം വയസ്സിൽ സ്കൂളിൽ ചേർത്തപ്പോഴും വാഴ്ത്തുപാട്ടുകളായിരുന്നു ചുറ്റും. പഠിക്കാൻ മാത്രമായിരുന്നില്ല, കായിക ഇനങ്ങളിലും ബഹുമിടുക്കിയായിരുന്നു സഡാക്കോ. എന്നാൽ 10 വയസ്സുള്ളപ്പോൾ ഗ്രൗണ്ടിൽ അവൾ കുഴഞ്ഞു വീണു. പരിശോധിച്ച ഡോക്ടറുടെ വാക്കുകൾ ആ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തി. ആറ്റം ബോംബിന്റെ റേഡിയേഷനുകൾ ബാക്കി വെച്ച ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അവൾക്ക്. പ്രതീക്ഷകൾ അവസാനിച്ചു എന്ന് കരുതിയപ്പോഴാണ് സഡാക്കോയെ കാണാൻ പ്രിയ സുഹൃത്ത് ചിസുക്കോ വന്നത്. 1000 കടലാസു കൊക്കുകൾ ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നവൾ സഡാക്കോയോട് പറഞ്ഞു. എവിടെ നിന്നോ ഒരു പ്രതീക്ഷ അവളിലേക്ക് വന്നു. അന്നു മുതൽ അവൾ കടലാസു കൊക്കുകൾ നിർമ്മിക്കാൻ തുടങ്ങി. എന്നാൽ 1955 ഒക്ടോബർ 28-ന് സഡാക്കോ ലോകത്തോട് വിട പറഞ്ഞു. പൂർത്തിയാക്കാനാകാത്ത ആഗ്രഹങ്ങളുമായി 644 കടലാസു കൊക്കുകൾ അവളുടെ കിടക്കയിലുണ്ടായിരുന്നു. കൂട്ടുകാർ ചേർന്ന് അവൾക്കായി 1000 എണ്ണം തികച്ചുവെങ്കിലും അത് കാണാൻ അവൾ ഉണ്ടായിരുന്നില്ല. സഡാക്കോയും കടലാസു കൊക്കുകളും പിന്നീട് മനുഷ്യന് ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ചിഹ്നമായി മാറി. യുദ്ധക്കൊതിയന്മാർ പരസ്പരം ബോംബിട്ട് തകർത്താസ്വദിക്കുമ്പോൾ, ശത്രുപാളയത്തിലെ മനുഷ്യക്കുരുതിയുടെ വാർത്തകൾ കേട്ട് ആവേശം കൊള്ളുമ്പോൾ മനുഷ്യർ മറന്നുപോകുന്ന ഒന്നുണ്ട്. പിടഞ്ഞു വീഴുന്നവയിൽ ഭൂരിഭാഗവും ഒന്നും അറിയാത്ത പാവം കുഞ്ഞുങ്ങളാണ്. അതിനെ എന്ത് ലോജിക്ക് കൊണ്ട് ന്യായീകരിച്ചിട്ടും കാര്യമില്ല. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന സഡോക്കോമാർ ഉള്ള ലോകം നമുക്ക് സ്വപ്നം കാണാം. അതിനായി കടലാസു കൊക്കുകളെ ഉണ്ടാക്കാം. Let's hope for this world to be better tomorrow.